ശ്രീശക്തി, ശ്രീലക്ഷ്മി, ശ്രീവിദ്യ ഐക്യസ്വരൂപിണി, ശ്രീ മൂകാംബികാ ദേവ്യൈ നമോ നമ. നമസ്കാരം. ഇന്ന് നവരാത്രി ആരംഭം. കലോപാസനയ്ക്ക് ഏറ്റവും അനുയോജ്യമായ വേള. നമ്മുടെ യുവ സംഘം ഒരുക്കുന്ന രണ്ടാമത് നവരാത്രി നൃത്ത സംഗീതോത്സവത്തിന് ഇന്ന് തിരശ്ശീല ഉയരുകയാണ്. ഇതിലെ പങ്കാളിത്തത്തിലൂടെ നമ്മുടെ മാവേലിക്കര വലിയ കൊട്ടാരം കുടുംബാംഗങ്ങൾക്ക് ഈ നവരാത്രി വേളയിൽ കലോപാസനയ്ക്ക്, ദേവി ഉപാസനയ്ക്ക്, കലാദേവി ഉപാസനയ്ക്കുള്ള അവസരം ഒരുങ്ങുകയാണ്. ഇതിൻ്റെ മംഗള പൂർത്തീകരണത്തിനായി മാടായിക്കാവിലമ്മയെയും ശ്രീ ഗുരുവായൂരപ്പനെയും ശ്രീ മഹാഗണപതിയെയും ശ്രീ മൂകാംബികാ ദേവിയെയും പ്രാർത്ഥിക്കുന്നു. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹത്തോടെ ഈ യുവ സംഘം ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം വിജയകരമായി പൂർത്തിയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നവരാത്രി നമ്മുടെ നാട്ടിലുടനീളം, ഭാരതത്തിൽ ഉടനീളം കൊണ്ടാടുന്ന ഒരു മഹോത്സവമാണ്. ദേവീഭാഗവതത്തിലും മറ്റും 4 നവരാത്രികളെ പറ്റിയുള്ള സൂചനയുണ്ടെങ്കിലും സാധാരണ 2 നവരാത്രികളാണ് ഭാരതത്തിൽ പൊതുവെ കൊണ്ടാടപ്പെടുന്നത്. അത് മാർച്ച് ഏപ്രിൽ കാലത്ത് ശ്രീരാമനവമിയോടെ പൂർത്തിയാകുന്ന വസന്ത നവരാത്രി ഉത്തരേന്ത്യയിലാണ് സാധാരണയായി ആഘോഷിച്ചു വരുന്നത്. ഭാരതത്തിൽ ഉടനീളം ആഘോഷിക്കുന്ന, നാം ഉൾപ്പെടെ ആചരിക്കുന്ന ഈ നവരാത്രി ശരത്കാല നവരാത്രിയാണ്. ഉത്തരേന്ത്യയിൽ ഈ 9 ദിവസം, ഓരോ ദിവസവും ഓരോ ദേവീഭാവത്തിൽ, പ്രഥമം ശൈലപുത്രി എന്ന് പറയുന്ന തുടങ്ങുന്ന 9 ദേവീഭാവങ്ങളിലാണ് ദേവിയെ ആരാധിക്കുന്നത്. എന്നാൽ നാം കേരളത്തിൽ ശ്രീ ശങ്കരാചാര്യസ്വാമികൾ വിഭാവനം ചെയ്ത ഒരു ആരാധനാക്രമമാണ് തുടർന്നു വരുന്നത്. അതനുസരിച്ച് ആദ്യ 3 ദിവസം ദേവിയെ ശക്തിസ്വരൂപിണിയായി ദുർഗാഭാവത്തിലും, അടുത്ത 3 ദിവസം മഹാലക്ഷ്മിയായി ഐശ്വര്യദേവതയായും, അവസാനത്തെ 3 ദിവസം ശ്രീ മഹാസരസ്വതിയായി വിദ്യാദേവതയായും ആചരിക്കുന്നു, ആരാധിക്കുന്നു. ഇതിന് ഒരു പ്രതീകാത്മക രീതിയുണ്ട്, അല്ലെങ്കിൽ ഒരു ഉദ്ദേശമുണ്ട്. ആദ്യ 3 ദിവസം ശക്തിസ്വരൂപിണിയാണ്, ദുർഗയാണ്. ശക്തിസ്വരൂപിണി അസുര നിഗ്രഹമാണ് ശക്തിയുടെ ദൗത്യം. ദേവി മാഹാത്മ്യത്തിലൊക്കെ ചണ്ഡമുണ്ടൻ, മഹിഷൻ തുടങ്ങി നിരവധി അസുരന്മാരെ ദേവി നിഗ്രഹിക്കുന്ന കഥകൾ പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെയാണ്. അതായത് നമ്മുടെ ഉള്ളിൽ നിരവധി ആസുര ഭാവങ്ങൾ കുടികൊള്ളുന്നുണ്ട്. അഹങ്കാരം, അത്യാഗ്രഹം, പരശ്രീ കണ്ടാൽ ഉള്ള അസൂയ തുടങ്ങി നിരവധി ആസുരഭാവങ്ങളുണ്ട്. ഈ ആസുരഭാവങ്ങൾ കുടികൊള്ളുന്ന മനസ്സിൽ കലയോ മറ്റ് സാത്വിക വികാരങ്ങളോ സാത്വിക ഭാവങ്ങളോ ഉദിക്കില്ല. അതുകൊണ്ട് ആദ്യ 3 ദിവസത്തെ ശക്തി ഉപാസനയിലൂടെ അസുര നിഗ്രഹം, ആസുരഭാവങ്ങളുടെ നിഗ്രഹം വരുത്തുക. അടുത്ത 3 ദിവസത്തെ മഹാലക്ഷ്മി ഉപാസനയിലൂടെ, മഹാലക്ഷ്മി ഐശ്വര്യദേവതയാണെന്ന് പറഞ്ഞല്ലോ. ഐശ്വര്യം എന്നത് കുറേ ധനമോ സ്വർണമോ ഒക്കെ ലഭ്യമാകുന്നതല്ല. ഉള്ളതുകൊണ്ട് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ട് തൃപ്തിയോടുകൂടി കഴിയാൻ സാധിക്കുക, അതിനുള്ള മനസ്സാന്നിധ്യമുണ്ടാകുക. അങ്ങനെ മനസ്സമാധാനത്തോടെ ഇരിക്കുന്നതിനുള്ള, മനസ്സിന് കൈവരുന്ന സമാധാന അവസ്ഥയാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. അപ്പോൾ മഹാലക്ഷ്മി ഉപാസനയിലൂടെ ഐശ്വര്യ ദേവതയെ ഉപാസിച്ചുകൊണ്ട് മനസ്സിന് സമാധാനവും ശാന്തിയും കൈവരിച്ചുകൊണ്ട് അടുത്ത 3 ദിവസത്തെ ദേവി സരസ്വതി ഉപാസനയിലേക്ക്, വിദ്യാ ഉപാസനയിലേക്ക് കടക്കുന്നു. അത് ബൗദ്ധികമായ, നമ്മൾ വിദ്യാലയങ്ങളിൽ അഭ്യസിക്കുന്ന ബൗദ്ധിക വിദ്യകളാകാം, കായിക വിദ്യകളാകാം, ഇനി അതിനെല്ലാം ഉപരി ആത്മീയ വിദ്യയാകാം. ഈ വിദ്യകളൊക്കെ ഉപാസിച്ചുകൊണ്ട് 10ാം നാൾ, വിജയദശമി നാൾ, അടുത്ത 1 വർഷം വിജയകരമായി നമ്മുടെ പ്രവർത്തന മേഖല മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ദേവിയുടെ മുന്നിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട്
മുന്നേറാൻ സജ്ജരാവുക. അതാണ് വിജയദശമി നൽകുന്ന സന്ദേശം. അങ്ങനെ 9 ദിവസത്തെ ആരാധനയും 10ാം നാളിലെ വിജയദശമി നാളിലെ സ്വയം സമർപ്പണത്തിലും കൂടി അടുത്ത ഒരു വർഷം വളരെ വിജയകരമായി മുന്നേറാൻ ഉള്ള ആഗ്രഹത്തോടെ നാം ദേവിയെ ആരാധിക്കുന്ന ആരാധനാക്രമമാണ് ഈ നവരാത്രി. അപ്പോൾ നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഈ നവരാത്രി വേള ദേവി അനുഗ്രഹത്താൽ സമ്പന്നമാവുവാനും അടുത്ത ഒരു വർഷം ദേവിയുടെ കൃപാകടാക്ഷത്താൽ ആകുന്നതിനും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ നവരാത്രി നൃത്ത സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിജയം ആശംസിക്കുന്നു. അതോടൊപ്പം വളരെ ചിട്ടയായി ആസൂത്രണം ചെയ്ത് 2ാം വർഷവും നടപ്പിലാക്കാൻ സജ്ജരായി നിൽക്കുന്ന ഈ നൃത്ത സംഗീതോത്സവം 2ാം വർഷവും നടപ്പിലാക്കാൻ സജ്ജരായി നിൽക്കുന്ന നമ്മുടെ യുവ സംഘത്തിന് എല്ലാ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഏവർക്കും വരുന്ന ദിവസങ്ങൾ നന്മകളാൽ സമൃദ്ധമാകട്ടെ, സമ്പന്നമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ മാവേലിക്കര വലിയ കൊട്ടാരം ശ്രീ ഗുരുവായൂരപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റ് കമ്മിറ്റിക്ക് വേണ്ടി സ്നേഹാദരപൂർവ്വം സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ. നമസ്കാരം.